കുറേ നാൾ മുമ്പ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയും കൊണ്ട് പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക, അപൂർവമൊന്നുമല്ല. പക്ഷെ പലരും അതിനെക്കുറിച്ചൊന്നും ഡിസ്കഷൻ വരാറില്ല, അത്രേ ഉള്ളൂ. ഈ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ മാമുമായിട്ട് അവരെന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി അതിന് അവർ ആഗ്രഹിക്കാത്ത മറുപടി, അതായത് കുട്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ ന്യായമാണ്, പക്ഷേ ആസ് എ വൈസ് പ്രിൻസിപ്പൽ അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അപ്പോൾ പാരൻസിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന, വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് ആറ്റിറ്റ്യൂഡ്. അവരുടെ മുഖം അല്ലെങ്കിൽ മുഖഭാവം കാണണം, എന്തെങ്കിലും പറയുമ്പോൾ ഒരു മുഖഭാവം, ആറ്റിറ്റ്യൂഡ്. ഇത് പറയുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. കാരണം നമ്മളെ മുഖഭാവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഊഹിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളാണെങ്കിലും സ്കൂളിലെ ടീനേജ് പിള്ളേർ, അത് തീരെ നമ്മുടെ നഴ്സറിയിലോ അല്ലെങ്കിൽ ഒരു 2-3 വയസ്സ് വരെയൊക്കെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ ഗസ് ചെയ്യാതെടുക്കാം. ബാക്കിയുള്ള മുന്നോട്ട് പോകുമ്പം അവർ മനുഷ്യർ അതിന് കണ്ടീഷൻ ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ മറച്ചു വയ്ക്കാൻ കണ്ടീഷൻ ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പം ഇവള് പാരൻസ് ചെന്നപ്പം പറഞ്ഞ് അവളുടെ ആറ്റിറ്റ്യൂഡ് കാണണം എന്നൊക്കെ പറഞ്ഞു. പാരൻസ് മിണ്ടിയില്ല. അവർ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് മോള് എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, എനിക്ക് അത് മതിയായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം ഞാൻ പറഞ്ഞതെന്ന്, എന്താണ് ഞാൻ പറഞ്ഞതെന്ന്, എന്താണ് അതിൻ്റെ എൻ്റെ ഒരു ശീലമാണ് എൻ്റെ ഭാഗം ന്യായീകരിക്കുന്നത്. പക്ഷേ അത് തെറ്റായിപ്പോയി. ഞാൻ വൈസ് പ്രിൻസിപ്പൽ മാമിനോട് ഞാൻ സോറിയും പറഞ്ഞു. പക്ഷേ പ്രിൻസിപ്പളിന് പ്രശ്നമില്ല, പ്രിൻസിപ്പൾ കുഴപ്പമില്ല, അത് അവരുടെ ഒരു നേച്ചറാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടിയുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇത് നല്ല മാർക്കുണ്ട്. അപ്പോൾ ഈ കുട്ടി വൈസ് പ്രിൻസിപ്പളിനെ കാണാൻ പോയി. മാം എനിക്കിങ്ങനെ മാർക്കുണ്ടെന്ന് പറഞ്ഞപ്പം ഇതിൻ്റെ മുഖത്തോട്ടേ നോക്കിയില്ല. ഇതിന് ഭയങ്കര സങ്കടമായി. ഒരു കുട്ടിയിൽ നിന്ന് ഇവർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? 15 വയസ്സുള്ള ഒരു കുഞ്ഞിൽ നിന്ന് ഇവർക്ക് എന്താ പ്രതീക്ഷിക്കുന്നത്? അധ്യാപകർ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഭാഷയിൽ കുട്ടികളുമായിട്ട് ഇടപെടാൻ പറ്റണം, ആത്മാവിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റണം, ഹൃദയം കൊണ്ട് ഇടപെടാൻ പറ്റണം. നമുക്ക് പല പ്രശ്നങ്ങളും വ്യക്തിപരമായിട്ടുണ്ടാവും. അതെല്ലാം ചുമന്നുകൊണ്ട് സ്കൂളിൽ ചെല്ലുന്ന പ്രവണത വളരെ തെറ്റാണ്, കോളേജിലും സ്കൂളിലൊക്കെ ആയാലും. കാരണം നമ്മൾ അധ്യാപകരും മറ്റത് കുട്ടികളുമാണ്. കുട്ടികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് എന്തെങ്കിലും ഒക്കെ വരുന്നതും നമ്മൾ അവരെ തിരുത്താൻ ബാധ്യസ്ഥരാണ്. പകവയ്ക്കാൻ ഉള്ള അവകാശം അധ്യാപകർക്കില്ല. കുഞ്ഞുങ്ങളോട് പകവയ്ക്കുന്ന അധ്യാപകർ എന്നിങ്ങനെ വിളിക്കാൻ പറ്റും. എനിക്കത് മനസ്സിലാവും. കാരണം ഞാൻ സ്കൂൾ തലത്തിൽ ഒരുപാട് ഇപ്പം ഒരു പെർഫെക്റ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ തലത്തിലെ പാർഷ്യാലിറ്റി, നമുക്ക് ചില അധ്യാപകരോട് തോന്നുന്ന ഒരു ഇഷ്ടമില്ലായ്മ, ആ പ്രായത്തിൽ ഇഷ്ടമല്ലാത്ത അധ്യാപകരെ ബുക്ക് എടുക്കാൻ തോന്നത്തില്ല. നമ്മുടെ ടീച്ചറാണ് എന്ന് അല്ല, അങ്ങനെയും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. ഞാനത് ഞങ്ങളുടെ ഇടയ്ക്ക് തന്നെ പറഞ്ഞു, ആ ടീച്ചറിൻ്റെത് എടുക്കാൻ തോന്നത്തില്ല, അവരുടെ മുഖം ഓർമ്മ വരുന്നത്. നമുക്ക് ആ പ്രായത്തിൽ ചിന്തിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ടീച്ചറാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം ഈ ഇൻ്റലിജൻ്റ് ലെവൽ വെച്ചിട്ടാണ് ഇവരെല്ലാം ഹൈ പോസ്റ്റിലോട്ട് കയറി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളൊക്കെ ആയിട്ട് ഇരുത്തണമെങ്കിൽ ആദ്യം അവരുടെ ഇമോഷണൽ കോഷ്യൻ്റ് അളക്കണം, അതിനർഹരാണോ എന്ന് അളക്കണം. അല്ലാതെ ചെന്നായിയുടെ മനസ്സുള്ള, വേട്ടനായുടെ മനസ്സുള്ള, ഇമോഷണൽ കോഷ്യൻ തീരെ ഇല്ലാത്തവരെയൊക്കെ പിടിച്ചിട്ട് ഏറ്റവും തലപ്പത്തിരുത്തിയ നാളെ ആ സ്കൂളിന് തന്നെയായിരിക്കും അപകടം. കാരണം കുറേയൊക്കെ ഇവരെയൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യരുത്, കുറേയൊക്കെ തട്ടിയൊക്കെ പോവും. ഈ കുട്ടിയെ പോലുള്ളവർ അത് പാരൻസ് സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് അവൾ ആ ഹറാസ്മെൻറ്റ് ഓവർകം ചെയ്തു. അത് പറ്റാത്തവരാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളുടെയും വീട്ടിലെ സപ്പോർട്ട് ഇതുപോലെ കിട്ടണമെന്നില്ല. ഒരു സ്കൂളിൽ ഒരു കുട്ടി മേളിൽ നിന്ന് ചാടി മരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൻ്റെ പേരോ ഒന്നും പറയുന്നില്ല, വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഞാൻ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിൽ പോയി ഞാൻ സംസാരിച്ചതാണ്. സ്കൂളിലാണ് മുകളിലത്തെ നിലയിൽ നിന്ന് ചാടി മരിച്ചു. അപ്പം നമ്മൾ
മനുഷ്യർ ആറ്റിറ്റ്യൂഡ്, മുഖത്തെ ആറ്റിറ്റ്യൂഡ് വെച്ച് അളക്കരുത്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ, ഈ ഒരു പ്രായത്തിൽ ടീനേജ് ഒക്കെ ആയിട്ടുള്ളവർ. പിന്നെ വെളിച്ചം കാട്ടി തരേണ്ടവർ പലപ്പോഴും കണ്ണടയ്ക്കും നമ്മളിതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും. ബാക്കി എല്ലാ പോസ്റ്റിലും എന്ത് അന്യായം നടന്നാലും ഒരു സ്കൂൾ തലത്തിലും വിദ്യാഭ്യാസ മേഖലയിലും കുട്ടികളുമായിട്ട് ഇടപെടുന്നവരുടെ ഇടയ്ക്ക് അതിൻ്റെ തലപ്പത്ത് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ കോഷൻ്റെ ലോ ആയിട്ടുള്ള ഒരാളെ എടുത്തു വെക്കരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആ സ്കൂള് ചർച്ച ചെയ്യപ്പെടും ഇന്ന നെഗറ്റീവ്.